7-ാം ദിവസവും 8-ാം ദിവസവും 9-ാം ദിവസമാണ് അന്വേഷണം തുടങ്ങിയത്. എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള അന്വേഷണമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. നിങ്ങൾ എന്ത് അന്വേഷണമാണ് ഏർപ്പെടുത്തിയത്? ഇവിടെയും അതുപോലെ 100 ആളുകളെ രക്ഷപ്പെടുത്തി. നിരന്തരമായ രക്ഷാപ്രവർത്തനം. 3-ാം ദിവസം ആ രക്ഷാപ്രവർത്തനത്തിൽ 3-ാം ദിവസം തൊട്ട് കിട്ടിയത് ചില മൃതദേഹങ്ങൾ കൂടിയാണ്. ആ മൃതദേഹങ്ങളും രക്ഷപ്പെടുത്തിയവരുമായി മെഡിക്കൽ കോളേജിലേക്ക് നീങ്ങുന്ന വാഹനത്തെ വഴിയിൽ തടഞ്ഞവരാണ് അന്നത്തെ UDF-കാർ. 3-ാം ദിവസം, അല്ലാതെ 7-8 ദിവസം കഴിഞ്ഞ് അമ്മ ഇറങ്ങിയപ്പോ ചലിച്ചതല്ല. 3-ാം ദിവസം ആക്റ്റീവായി ഗവൺമെന്റ് ഇടപെടുമ്പോ അന്ന് ഫിഷീസ് മന്ത്രി എന്ന നിലയിൽ ഞാനും തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനും ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം സെക്യൂരിറ്റി ഏരിയയിലാണ് താമസിച്ചത്. അത്യന്തം സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തരം ഒരു സമരം ചെയ്യാൻ CITU മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നിർബന്ധിതമായി. ഇന്ന് ദുരന്തം നടന്നിട്ട് 12-ാമത്തെ ദിവസമാണ്. 31 തീയതികളിലാണ് ഈ ദുരന്തം നടക്കുന്നത്. 12-ാമത്തെ ദിവസവും കടലിൽ പോയി കണ്ടെത്താൻ കഴിയാത്ത 3 മൃതദേഹങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. ഒന്ന് വിഴിഞ്ഞത്താണ്, ഒന്ന് മുതലപ്പുഴയിലാണ്, അഞ്ചുതെങ്ങ് പ്രദേശത്താണ്, ഒന്ന് കൊല്ലത്താണ്. ഇവരുടെ എല്ലാം ഞങ്ങൾ അവിടെ എല്ലാം സന്ദർശിച്ചു. ഇന്നലെ ഗോവിന്ദമാഷ് കൊല്ലത്ത് രേഷ്മയെ കാണാൻ, കൊല്ലത്ത് ഗൗതമിന്റെ അമ്മ രേഷ്മയെ കാണാൻ അവിടെ എത്തി. രേഷ്മ ഗോവിന്ദമാഷിനോട് പറഞ്ഞത്, സാവേ ഗോൾഡൻ അവേഴ്സ് വരെ നഷ്ടപ്പെടുത്തി. കാരണം നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസങ്ങളിലാണ് അന്വേഷണം നടത്തേണ്ടത്. അപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഇത് അന്വേഷണം തുടങ്ങിയത് എന്നാണ്? ഈ തൊഴിലാളികളുടെ അമ്മമാർ അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ഭാര്യ അടക്കമുള്ളവർ പോയി ഫിഷീസ് ഓഫീസ് പിക്കറ്റ് ചെയ്യുന്ന ഗതികേടിലാണ് ഇവരൊന്ന് അനങ്ങിയത്. 7-ാം ദിവസവും 8-ാം ദിവസവും 9-ാം ദിവസമാണ് അന്വേഷണം തുടങ്ങിയത്. എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള അന്വേഷണമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. നിങ്ങൾ എന്ത് അന്വേഷണമാണ് ഏർപ്പെടുത്തിയത്? എന്നിട്ട് മരിച്ചുപോയ മത്സ്യത്തൊഴിലാളിക്ക് 7 വർഷം കഴിഞ്ഞാൽ പിന്നെ ആനുകൂല്യം കിട്ടില്ല, ആ നിയമം നിങ്ങൾ മാറ്റും. ഉടനെ കുറെ പേര് കയ്യടി. എന്താ ഈ മത്സ്യമേഖലയിൽ നടന്നിരുന്ന കാര്യങ്ങളെന്ന് അങ്ങ് അറിയുന്നുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുള്ള ആളാണ്. എന്താണ് വകുപ്പിന്റെ പ്രസിഡന്റ്, എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഈ തീരദേശ ജനതയെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് വേറെ നിങ്ങളെന്ത് പറഞ്ഞു? എന്ത് അവിടെ പോകുന്നില്ല, വിഴിഞ്ഞത്ത് പോകുന്നില്ല എന്ന ചോദ്യം. നിങ്ങൾക്കറിയാമല്ലോ അങ്ങോട്ട് പോയാലുള്ള സ്ഥിതി. അപ്പൊ അവിടെ ഇരിക്കുന്നതെല്ലാം ഗാണ്ടാമൃഗങ്ങളാണോ? അവരുടെ സങ്കടം അവർ പറയും. അതിന് പകരം ആ വഴിയതുകൊണ്ട് പോകുന്നില്ലെന്ന് പറയുന്നത് തൊഴിലാളികളെ അപമാനിക്കലാണ്. നിങ്ങൾ പറഞ്ഞു ഈ വ്യവസ്ഥയില്ല, ഞാനത് മാറ്റും എന്നാണ് ആ പ്രയോഗം, ഞാനത് മാറ്റും. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിയണം, ഓഖി സമയത്ത് അന്നൊരു മുൻ പരിചയമില്ല കടലിൽ ഇത്ര വലിയ ക്ഷോഭത്തിൻ്റെത്. ആന്ധ്രാതീരത്തൊക്കെ ചുഴക്കാറ്റടിക്കുന്നത് നമ്മൾ എപ്പോഴും കാണും. കേരള തീരം സേഫായ ഒരു സോണാണെന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. ചുഴലിക്കാറ്റൊന്നും കേരളത്തിലേക്ക് അടിക്കില്ല. ഇതായിരുന്നല്ലോ നമ്മൾ 17-ന് മുമ്പ് വരെയുള്ള നമ്മുടെ ധാരണ. 17-ന് മുമ്പ് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 17-നാണ് അങ്ങോട്ട് നീങ്ങിയ ചുഴലിക്കാറ്റ് ദിശ തെറ്റി കേരള തീരത്തിന്റെ ഉൾക്കടലിലേക്ക് ആഞ്ഞടിച്ച് 100 കണക്കിന് തൊഴിലാളികളെ ദുരന്തത്തിലാക്കിയത്. 17-ാം തീയതി ദുരന്തം വരുന്നു. 17-ാം തീയതി വൈകിട്ട് തന്നെ ഞാനടക്കം കടപ്പുറത്ത് പൂന്തുറയിലെത്തി. പൂന്തുറയിലെ ചില സാക്കിൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആർക്കും ഒരു പിടിയിൽ എന്താ സംഭവിച്ചത്? തൊഴിലാളി രാവിലെ വരേണ്ടതാണ്, ആരും എത്തിയിട്ടില്ല. എന്താണ് വരാത്തത്? ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുകയാണ്. അവസാനമാണ് എന്തോ ദുരന്തം അവിടെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ എയർഫോഴ്സിനെ ബന്ധപ്പെട്ടു, നേവിയെ ബന്ധപ്പെട്ടു. ഇപ്പൊ നേവി എയർഫോഴ്സ് ഒക്കെ BJPയുടെ ചന്ദ്രസേനോട് ചോദിച്ചിട്ടാണ് ആളെ വിളിക്കുന്നത്. ഒരു ഗവൺമെന്റിനെ നേവിയെയും എയർഫോഴ്സിനെയും വിളിക്കാൻ ഇവിടുത്തെ BJPക്കാരുടെ സഹായം വേണോ? കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഉണ്ടല്ലോ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ബന്ധം എന്താ? അത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ അടിയന്തരമായി കേന്ദ്രവുമായി ബന്ധപ്പെട്ടു. അവര് വളരെ വേഗം തന്നെ പ്രതികരിച്ചു. അവർ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ, എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ, നേവിയുടെ കപ്പൽ, നേവിയുടെ ഉദ്യോഗസ്ഥർ, അത് കൂടാതെ എയർഫോഴ്സിന്റെ സെക്യൂരിറ്റി ഏരിയ തുറന്നു തന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ എയർപോർട്ടിന് അപ്പുറമുള്ള അവരുടെ സെക്യൂരിറ്റി ഏരിയ ആരെയും കടത്താത്തതാണ്. ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ ആ സെക്യൂരിറ്റി ഏരിയയും തുറന്നു തന്നു. 100 കണക്കിന് തൊഴിലാളികളെ ജീവനോടെ രക്ഷിച്ചു.
തമിഴ്നാട്ടിൽ നിന്ന് 600-ലേറെ പേരെയാണ് രക്ഷിച്ച് അങ്ങോട്ട് വിട്ടത്. ഇവിടെയും അതുപോലെ 100 ആളുകളെ രക്ഷപ്പെടുത്തി. നിരന്തരമായ രക്ഷാപ്രവർത്തനം. 3-ാം ദിവസം ആ രക്ഷാപ്രവർത്തനത്തിൽ 3-ാം ദിവസം തൊട്ട് കിട്ടിയത് ചില മൃതദേഹങ്ങൾ കൂടിയാണ്. ആ മൃതദേഹങ്ങളും രക്ഷപ്പെടുത്തിയവരുമായി മെഡിക്കൽ കോളേജിലേക്ക് നീങ്ങുന്ന വാഹനത്തെ വഴിയിൽ തടഞ്ഞവരാണ് അന്നത്തെ UDF-കാർ. 3-ാം ദിവസം, അല്ലാതെ 7-8 ദിവസം കഴിഞ്ഞ് അമ്മ ഇറങ്ങിയപ്പോ ചലിച്ചതല്ല. 3-ാം ദിവസം ആക്റ്റീവായി ഗവൺമെന്റ് ഇടപെടുമ്പോ അന്ന് ഫിഷീസ് മന്ത്രി എന്ന നിലയിൽ ഞാനും തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനും ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം സെക്യൂരിറ്റി ഏരിയയിലാണ് താമസിച്ചത്. അന്ന് തിരുവനന്തപുരത്തിന്റെ ACP പ്രകാശ്, അദ്ദേഹം ഇപ്പൊ IG ആണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഞങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ബന്ധപ്പെട്ട പോലീസ് അദ്ദേഹവും ഞങ്ങളോടൊപ്പം 24 മണിക്കൂർ സെക്യൂരിറ്റി ഏരിയയിൽ കഴിഞ്ഞവരാണ്. ഞങ്ങൾ അങ്ങനെ അവിടെ ഫലപ്രദമായ നേതൃത്വം കൊടുത്ത് 100 തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ചു. കുറെ അധികം മൃതശരീരം കിട്ടി. പിന്നെയും കിട്ടാതായ കുറച്ചുണ്ട്. അത് ഞങ്ങൾ കുറെ കൂടി അന്വേഷിച്ചു. അവരെല്ലാം 10-15 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ കിട്ടാതായപ്പോൾ ഞങ്ങള് അന്വേഷണം അവസാനിപ്പിച്ചു. ഈ പ്രശ്നം അപ്പോഴാണ് നമ്മുടെ ഇവിടെ ചിലർ 400-ലേറെ പേരുടെ മൃതദേഹം ഇനി കിട്ടാനുണ്ടോ എന്ന് വിവാദം. ഞാൻ വിഴിഞ്ഞത്തെ മുഴുവൻ വീടുകളും കയറിയിറങ്ങി. കെന്നഡിയും തിരുവനന്തപുരത്തെ സപ്പോർട്ടറെല്ലാം ഉണ്ട്. അന്ന് നമ്മുടെ കളക്ടർ ഇവിടുത്തെ വാസുകിയാണ്. ഇപ്പൊ അദ്ദേഹം ഗവർണറുടെ ADC ആണ്. വാസുകി കളക്ടറാണ്, ഫിഷീസ് ഡയറക്ടർ, DD, ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, ഞങ്ങൾ ഇത്രയും കൂടി വിഴിഞ്ഞത്തെ മുഴുവൻ വീടുകളും കയറിയിറങ്ങിയപ്പോ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു 142 ആളാണ് ഇനി കിട്ടാനുള്ളത്. മൃതദേഹം കിട്ടിയവരും കിട്ടാത്തവരും. ആ 142 കുടുംബങ്ങളുടെ സ്ഥിതി എന്തെന്ന് എനിക്ക് അതുകൊണ്ട് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചില കുടുംബിനികൾ പ്രസവിച്ചു കിടക്കുന്നവർ, ചിലർ കൈക്കുഞ്ഞ്, ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്ന, വീടില്ലാത്തത്, ഇങ്ങനെയുള്ള ദുരിതപൂർണമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന 142 കുടുംബങ്ങൾ. ഞങ്ങളെന്ന് ചേർന്നിട്ട് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയോട് ഞാൻ ഇതാണ് പൊസിഷൻ എന്നെല്ലാം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു. ഈ കാണാതാവാതെ പോയ തൊഴിലാളി കണ്ടവർക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാം, മൃതദേഹം കിട്ടിയവർക്ക്. അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? അന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ CNDRF-ൽ നിന്നാണ് 20 ലക്ഷം രൂപ മൃതദേഹം കിട്ടാത്ത മുഴുവൻ വീടുകൾക്കും ആശ്വാസധനം നൽകിയത്. 2 ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ആശ്വാസധനത്തിന്റെ പണമുണ്ട്. മുഖ്യമന്ത്രിയുടെ CNDRF-ൽ നിന്ന് 20 ലക്ഷവും ആണ് 22 ലക്ഷം രൂപ ഞങ്ങൾ വീടുകളിൽ കൊടുക്കാൻ അവിടെ യോഗം വെച്ച് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് കൊടുത്തത്. ഇതറിയാത്തതാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അദ്ദേഹം ഇപ്പൊ പറയുന്നു ഞങ്ങളെ മാറ്റം. ഇങ്ങനെ കൊടുത്ത അനുഭവം ഉണ്ട് സാർ ഇവിടെ. ഇതാണ് കേരളത്തിൽ നടന്നത്. എന്നിട്ടോ അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. ഈ കുടുംബങ്ങളെല്ലാം നേരിട്ട് കണ്ടല്ലോ. അവരുടെ പ്രശ്നങ്ങൾ. ഇവിടെ ഒരു ഫിഷീസ് മന്ത്രിയുണ്ട്, എന്നത്തേക്കാ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയും ആരും ആ വഴി പോയിട്ടില്ല. ഞങ്ങൾ മുഴുവൻ വീടുകളിൽ കയറിയിറങ്ങി. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, വീടില്ലാത്ത മുഴുവൻ തൊഴിലാളിക്കും വീട് കൊടുക്കണം. വീട് കൊടുത്തു. അവിടെ തൊഴിലില്ലാത്ത എല്ലാ സഹോദരിമാർക്കും ആ വീട്ടിലെ ഒരാൾക്ക് ജോലി കൊടുക്കണം. അമ്മമാർക്കും എല്ലാം ജോലി കൊടുത്തു, സർക്കാർ ജോലി കൊടുത്തു. പിന്നീട് നമ്മൾ ജോലി കൊടുത്തു. പിന്നീട് നമ്മൾ ഒന്നുകൂടി ചെയ്തു. അവിടെയുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം പ്രശ്നമാണ്. ആ വിദ്യാഭ്യാസം ഞങ്ങൾ ഏറ്റെടുത്തു. 17 ശേഷം നമ്മള് ഡിഗ്രിയൊക്കെ വരണമെങ്കിൽ 10 വർഷം കൂടെ വേണമല്ലോ. അപ്പൊ അതിന് കഴിയുന്ന തരത്തിൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് 35,000 രൂപ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് 50,000 രൂപ, +1 പഠിക്കുന്ന കുട്ടിക്ക് 75,000 രൂപ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക് 1 ലക്ഷം രൂപ. ഇങ്ങനെ വാർഷിക ലംസം ഗ്രാന്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ പഠനം സർക്കാർ ഏറ്റെടുത്തു. ഏതുവരെ? 2035.